യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നിദ്രാരൂപേണ സംസ്ഥിത. നിദ്രയില്ലാത്ത വല്ലതും ഉണ്ടോ? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിദ്രയായി, നിദ്രാരൂപത്തിൽ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന യാതൊന്നുണ്ടോ ആ അമ്മയെ ആദ്യമേ തന്നെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. ആ അമ്മയെ കുറിച്ച് വിഷ്ണുവിന് ഓർമ്മയുണ്ട്. വിഷ്ണുവിനെ ഈ അമ്മ എപ്പോഴാ ഉറക്കിയത് എന്നറിയോ? അതും ദേവി ഭാഗവതം പറയുന്നു. പ്രപഞ്ചം മുഴുവനും പ്രളയജലത്താൽ മൂടപ്പെട്ട സമയത്ത് ആ പ്രപഞ്ചത്തിന്റെ കാരണസ്വരൂപത്തിന്റെ ഒരു മാതൃകയായി നമുക്ക് പുരാണം വരച്ചു കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒരു അരയാൽ വൃക്ഷമാണ്. നമ്മളെല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിലും കാണും ഓരോ അരയാൽ വൃക്ഷം, അല്ലേ? ഇവിടെയുമുണ്ട്, അല്ലേ? ഈ അരയാൽ വൃക്ഷം കാണുമ്പോൾ വെറുതെ ഒരു മരം എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ പോരാ. ഏത് പുരാണത്തിൽ, ഏത് കഥകളിലേക്ക് നമുക്ക് സഞ്ചരിക്കണമെങ്കിലും ഈ അരയാൽ വൃക്ഷത്തെ മാതൃകയായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. കാരണം ഈ അരയാൽ വൃക്ഷം എന്തിന്റെ മാതൃകയാണ്? ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തിന്റെ മാതൃകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാരണം അതിലെല്ലാം ഉണ്ട്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. മൂലതോ ബ്രഹ്മരൂപായ. വേര് ബ്രഹ്മരൂപമാണ്. നമ്മൾ എന്താ പഠിച്ചത്? ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു എന്നാണ് പഠിച്ചത്. എന്താ ഈ സൃഷ്ടി? ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുന്നൊന്നുമില്ല. ഒരു വൃക്ഷത്തിന്റെ വേര് എന്ത് ചെയ്യുന്നു? മണ്ണിന്റെ അടിത്തട്ടിലുള്ള ജലത്തെയും വളത്തെയും ഒക്കെ വലിച്ചെടുത്ത് അതിന്റെ വളർച്ചയ്ക്ക് സഹായകമായി ഇരിക്കുന്ന മൂലകങ്ങളെ പകർന്നു നൽകുന്നു. അതാണ് മൂലം, വേര്. അപ്പൊ ആ വേര് പ്രപഞ്ചത്തിന്റെ കാരണം. ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന തത്വങ്ങൾ എന്താണ്? പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി. ഈ 5 തത്വങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു വൃക്ഷത്തിന്റെ ശാഖകൾ ഉണ്ടായി വരുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളാകുന്നതായ കാണാവുന്നതും കേൾക്കാവുന്നതും മണക്കാവുന്നതും രുചിക്കാവുന്നതും ഒക്കെയായ എല്ലാം ഉണ്ടായി. അഗ്രത മധ്യതോ വിഷ്ണുരൂപിണേ, അല്ലേ? മധ്യഭാഗം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ രൂപമാണ്. സാക്ഷാൽ വിഷ്ണു. വ്യാപനശീലക വിഷ്ണു. എന്താണ് ഉള്ളത്? ഇപ്പൊ നമുക്കുണ്ട് എന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണോ അതിനെയാണ് വൈഷ്ണവം എന്ന് വിളിക്കുക. അതാണ് അരയാലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ഇതുകൊണ്ടല്ലേ. ഇതില്ലെങ്കിൽ അരയാലില്ലേ? ഒരു വിത്തിനുള്ളിൽ അരയാലില്ലേ? പക്ഷെ നമുക്ക് ആ വിത്തിനുള്ളിൽ അരയാലിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് കാണാൻ പറ്റുന്ന അവസ്ഥയായി നമ്മൾ അനുഭവിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ കാരണത്തെയാണ് എന്തെന്ന് വിളിക്കുക? വിഷ്ണു തത്വം എന്ന് വിളിക്കുക. അഗ്രത ശിവരൂപായ. അഗ്രതം ശിവരൂപമാണ്. ശിവരൂപം എന്ന് പറയുന്നത് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞേ? ഡിസ്ട്രോയർ, ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ. പക്ഷെ നമ്മുടെ ശരിയായി ഇരിക്കുന്ന സങ്കല്പം നശിപ്പിക്കുന്നവനല്ല മഹാദേവൻ. പിന്നെയോ നാശം, സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തല്ലി നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നല്ല അർത്ഥം. സംഹാരം എന്ന് പറഞ്ഞാൽ രൂപമാറ്റത്തിലേക്ക് നയിക്കുന്നത് എന്തോ അതാണ് സംഹാരം. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ വളരെ ലളിതമായ ഒരു കാര്യം. ഇവിടെ പാടത്ത് കൃഷി ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? കൃഷി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുമ്പ് കൃഷി ഉണ്ടായിരുന്നവരാരെങ്കിലും ഉണ്ടോ? കുട്ടിക്കാലത്ത് അതൊക്കെ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ചോദിക്കാനേ നിവൃത്തിയുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതും ചോദിക്കാൻ പറ്റില്ല. ടി വിയിൽ വല്ലതോ സിനിമയിൽ വല്ലതും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. കൃഷി. അപ്പൊ ഈ കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിലമുഴണം, അല്ലേ? നിലമുഴുന്നതിന് മുമ്പ് പഴയ കുറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കത്തിക്കും. കുറ്റിയൊക്കെ കത്തി ആ വെണ്ണീർ ആ മണ്ണിൽ അങ്ങോട്ട് ചേരും. ആ മണ്ണ് പോഷകമാവും, അല്ലേ? പോഷകമായി മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാലാണ് നിലമുഴുക. അപ്പൊ നിലമുഴുമ്പോൾ നല്ല ഉറച്ച മണ്ണാണ്. അധികം മഴയില്ലാതെ കൃഷി തുടങ്ങുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ട്രാക്ടർ കൊണ്ടാണ് ഉഴുക. മറ്റതാണെങ്കിൽ ട്രില്ലർ കൊണ്ടാണ് ഉഴുക, അല്ലേ? ഉഴുക. അങ്ങനെ ഉഴുതു മറിക്കും. ഈ ഉഴുതു മറിക്കുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ എന്ത്? സംഹാരം എന്ന് പറയുന്നു. നശിക്കേണ്ടത് നശിക്കേണ്ട സമയത്ത് നശിക്കണം. അത് നശിച്ചില്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവുകയില്ല. ആൽവൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞില്ലെങ്കിൽ പുതിയ ഇല ഉണ്ടാവില്ല. അതിന്റെ ആ വിത്ത് വിതരണം മുതലായിരിക്കുന്ന പ്രജനന പ്രക്രിയകളൊന്നും തന്നെ നടക്കുകയില്ല. അപ്പോ ഇതാണ് പ്രപഞ്ചത്തിന്റെ മൂലകാരണമാണ് ഓരോ
ക്ഷേത്രത്തിൻ്റെയും മുന്നിലുള്ള അരയാള വൃക്ഷം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അവിടെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും തൊഴുക എന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ കാരണത്തെ കാണാനാണ്. ഏത് രൂപത്തിൽ കാണാൻ? ആ കാരണത്തെ കൈപ്പറമ്പ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ ഭദ്രകാളി സ്വരൂപത്തിൽ കാണാനാണ് നമ്മൾ വരുന്നത്. ആരെ? പ്രപഞ്ചത്തിന്റെ കാരണത്തെ, അല്ലേ?